അങ്ങനെ ഞാനും എത്തി ഹേഴ്സ്ക്രാഫ്റ്റ് അസംബ്ലിയിൽ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഹേഴ്സ്ക്രാഫ്റ്റ് അസംബ്ലി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹേഴ്സ്ക്രാഫ്റ്റ് അസംബ്ലിയിൽ വൈറ്റ് ലിസ്റ്റ് വഴി നമ്മുടെ വെരിഫൈഡ് മെമ്പറുമായി. അപ്പോൾ ഇത് നമ്മുടെ നോട്ട്സിൻ്റെ ഒരു അസംബ്ലിയാണ്. അവനാണ് എൻ്റെ ഓണർ. അപ്പോൾ ഇവിടെ 3 അയണുള്ളല്ലോ, ആരും ലഭിക്കുന്നില്ല. അതങ്ങ് ഇവിടെ തന്നെ എടുത്തിട്ട് അയണാറുണ്ടാക്കിയിട്ട് പോയിരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ 3 ആളാണുള്ളത്. ഞാനും ഫാൽക്കണും അനകേഷും മാത്രമാണ് ഉള്ളത്. ഇത് ഇവിടെ സർവർ ഷോപ്പൊക്കെ കാണാണ്ട് ഇവിടെ ഇവിടെ എന്തിട്ടാണ് എനിക്കറിഞ്ഞൂടാ. എന്തായാലും പോയി നോക്കാം. അതുകൊണ്ട് ഇവിടെ നമ്മുടെ വില്ലേജർ ട്രേഡിങ് ഹോളാണ്, എൻചാൻറ്റ്മെൻറ്റ്സിൻ്റെ വില്ലേജർ ട്രേഡിങ് ഹോളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ എന്താ കൊടുക്കുന്നത്? ഡയമണ്ട് ആർമർ, ഫുള്ള് ഡയമണ്ട് ആർമർ ഒരു വില്ലേജർ കൊടുക്കുന്നുണ്ട്. 32-16 എൻവയറൻസിൻ്റെ ഉള്ളിൽ നെതറൈറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഫാൽക്കണത്തെ റിച്ച് ഇടാവാന്ന് കേട്ടോ. ഇവിടെ സ്മെൽറ്റർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രീ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പൊളിയുണ്ട്, ആ ഒരു ബിൽഡ് പൊളിയുണ്ട്. അപ്പോൾ 3 പേരാണുള്ള അനകേഷും ഞാനും ഫാൽക്കണും. ഇത് ഇവിടെ എന്തൊക്കെയോ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്താ ഓക്കെ, പോവാം ബാ. സോറി, എന്താണ് ഇവിടെ നടക്കുന്നത്? അടിയണ അറിയില്ല. വിങ്സ് ഓണറായി ജോയിൻ ചെയ്ത് നമ്മുടെ വിങ്സ് ഷൾക്കറ. അത് ഷൾക്കർ എടുക്കാൻ പോകുന്നു കേട്ടോ. അവിടെ FK നമ്മളുണ്ട്. അത് ഇവിടെ ഒരു നല്ല വലിയൊരു നെതർ പോർട്ടൽ ബിൽഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫാൽക്കൺ എവിടെയാ? നമ്മൾ ഫാൽക്കണോട് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ്. നെതർ പോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഇവിടെ എന്തൊട്ടൊക്കെയാണുള്ളത്. അനകേഷ് ബേസ്, അനകേഷ് ചുരലിൻ്റെ സുധീണ്ണൻ ഷീപ്പ് ബേസ്, മാമ്പ ബേസ്, അമ്പാടി ക്രിൻസോ, എക്സ്പേർട്ടൻസി കേരള. എന്താണ് കേരള? വീഡിയോ ഇടണം. ഓക്കെ, അവന് വീഡിയോ ഇടണമെന്നാണ് പറഞ്ഞത്. നോട്ടാർക്ക്, ബ്ലഡ് ടൈഗർ, ഫാൽക്കൺ, എക്സ്പേർട്ടൻസി. കേറണമെങ്കിൽ ബാ കോഡ്സ് പറയാന്ന് പറയാം. നമുക്ക് കോഡ്സാണ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കുക്കികൾ റിയോ, നോട്ട് ഫ്യൂരി, അനകേഷിന് പറഞ്ഞിട്ട് ഫാൽക്കൺ ഇട്ട് കോഡ്സ് അപ്പൊക്കെ ഇട്ടവൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പോകുന്നില്ല. അവന് എന്തോ വീഡിയോ ഇടണമെന്നാണ് പറഞ്ഞത്. നമ്മൾ സ്പോൺ വരാം. ഓക്കെ, നിങ്ങൾ സ്പോൺ വാ. ഓക്കെ, അപ്പോൾ അവർ സ്പോൺ വരാന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ ബേസ് ഇങ്ങോട്ടായിട്ടില്ല, ബാക്കിൽ കയറ്റാം. അവിടേക്കായിട്ടാണ് വരിക. പക്ഷെ നമുക്ക് നെതർ പോർട്ടൽ വഴി പോകാനാണ് ഈസി. കാരണം അവിടെ ഇതൊരു മഷ്റൂം ഐലൻഡിലാക്കണം. ഞാൻ നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ടെന്ന് അറിയാം. നിങ്ങൾ മഷ്റൂം ഐലൻഡ് സ്പോൺ ആവാൻ തന്നെ നല്ല വലിയൊരു ഓഷ്യൻ്റെ നടുവിലേറ്റവും സ്പോൺ ആവാം. പിന്നെ ചെസ്റ്റും ഓക്കെ, ലാഗാണ് ഗൈസ്, ലാഗ്. ഇപ്പോൾ ഫാം പണിയുണ്ട്. ഫാം പണിയാണ്, ഒരു ഫാം പണിയാണ്. 1 സ്റ്റാക്ക് 3 ഡയമണ്ട്. എന്ത് ഫാം? അയണാണ്. വാ ബ്രോ, നെതർ പോർട്ടൽ ഉണ്ടോ അനകേഷിൻ്റെ ബേസിലേക്ക്? ചോദിക്കാം. നെതർ പോർട്ടൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി, കാരണം എനിക്കത് കുറെ വലുപ്പമായതുകൊണ്ട് അനകേഷിൻ്റെ ബേസിലേക്ക്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മഴ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടൊരു സൗണ്ട് ഉണ്ടാവും. നല്ലോണം മഴ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളങ്ങോട്ട് വരാം. സ്പോണിക്ക് അവർ വരാറുണ്ട്. അപ്പോൾ നമുക്ക് അവർ സ്പോണിക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതാണെന്ന് എനിക്കറിഞ്ഞൂടെ ഷോപ്പ്. ബി ഷോപ്പ്. ഓക്കെ, അവരോട് വരാൻ പറയാം. ഞാൻ സ്പോണിക്ക് വരാൻ പറയാം. അപ്പം ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അവരോട് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പേര് നമുക്കൊന്ന് ഷെയ്ഡ് ഇട്ട് നോക്കാം. നമ്മുടെ മെല്ലോ ഷെയ്ഡേഴ്സ് ഇട്ട് നോക്കാം.
എങ്ങനെ ഉണ്ടാവും കാണാൻ. അപ്പോഴേക്കും അവർ സ്പോണിക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ലോഡ് ചെയ്ത് വെച്ച്. അപ്പോൾ ഭംഗി ഉണ്ടാവും പറഞ്ഞുകൂടാ, കാരണം ഇത് എത്ര ലോ എൻഡ് ഷെയ്ഡറാണ്. കാരണം എൻ്റെ കയ്യിലുള്ള ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ GT710 ആണ്. ഇത് നമ്മുടെ ഫാൽക്കൺ വന്നിട്ടുണ്ട്. എടുക്കുന്നുണ്ടോ? യെസ്, എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാൽക്കണാണ് അല്ലേ ഇത്ര ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ വിങ്സ് ആണല്ലേ. ഓക്കെ, നമുക്ക് പിന്നെ വീസിൽ വിളിക്കാം. അപ്പോൾ വീസ് റെക്കോർഡായില്ല കേട്ടോ. ഞാൻ തന്നെ ഇപ്പോൾ ചെയ്യണത് വോയിസ് ഓവർ ചെയ്യാണ്. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വോയിസും ഈ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ, അതായത് ഈ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ വോയിസ് വരെ എന്താ പറയുക റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അവർ വീസിലുണ്ടായിരുന്നു, അതൊന്നും റെക്കോർഡായില്ല. ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും റെക്കോർഡായില്ല. അപ്പോൾ അത് നമുക്ക് 64 ക്യാരറ്റ് വിങ്സ് ഓൺ അലൈവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വിങ്സ് ഫോളോ ചെയ്യാൻ പറ്റും. അയ്യോ നമുക്ക് ടോട്ടം കിട്ടി. അപ്പോൾ എന്തിനാ ടോട്ടം ഞാൻ ഓക്കെ. ഇപ്പം എന്തായാലും ഇവനെ ഫോളോ ചെയ്തിട്ട് ഇവൻ വിങ്സ് അവൻ്റെ ബേസിക്കാന്ന് തോന്നുന്നു എന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അവനോട് പറയാം വിങ്സ് വീസിൽ വാടാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അവൻ്റെ ബേസിക്ക് നോക്കാം. വിങ്സിൻ്റെ ബേസിക്കാന്ന് തോന്നുന്നു ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവനിവിടെ ബേസ് ഉണ്ട്, ഞാൻ കണ്ടില്ല നേരത്തെ വായിച്ചു നോക്കിയപ്പോൾ. പക്ഷേ എന്തായാലും ഷെയ്ഡർ ഒന്ന് ഓഫ് ചെയ്യാം. അടുത്ത ദിവസം തൊട്ട് ഷെയ്ഡർ ഇട്ട് കളിച്ചു തുടങ്ങും. ഇപ്പോൾ ഫസ്റ്റത്തെ ദിവസം തന്നെ ഷെയ്ഡർ ഉണ്ട്, ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അമ്പാടി ക്രിംസോ വിങ്സോണല്ലേ. വിങ്സോണല്ലേന്ന് അവൻ കൂട്ടിച്ചേർത്തുന്നു തോന്നുന്നു. അപ്പോൾ അവൻ ബേസ് പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അവനെ ഫോളോ ചെയ്തിട്ട് അവൻ്റെ ബേസിക്ക് അമ്പാടീൻ്റെ ബേസ്. പിന്നെ അത് നമ്മൾ വിങ്സിൻ്റെ ബേസിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ നമുക്ക് എന്തായാലും അവൻ്റെ ബേസിക്ക് എത്തിയിട്ട് കാണാം. ഓക്കെ, ഇത് നമ്മുടെ വിങ്സിൻ്റെയും ക്രിംസോൻ്റെയും ബേസിക്കുള്ള പോർട്ടൽ. ഇവരും രണ്ടുപേരുടെയും ബേസ് തൊട്ടടുത്താണ്. ഇത് നമ്മുടെ ക്രിംസോൻ്റെ ബേസാണ് തോന്നുന്നത്, കാരണം വിങ്സ് ഇപ്പോൾ കയറിയുള്ളൂ. അവൻ എന്താ പറയുക ബേസ് ഉണ്ടാക്കി തുടങ്ങണമല്ലോ, അവൻ്റെ ബേസ് പണിയണമല്ലോ. ഇത് നമ്മുടെ ക്രിംസോൻ്റെ ബേസാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും തുറന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ വീഡിയോ നമ്മളത്ര ഇത്രയ്ക്ക് ലെങ്ത് ആക്കണില്ല. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ക്രിംസോൻ്റെ ബേസൊക്കെ കുഴപ്പമില്ലാണ്ട് അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡീഫ്ലേറ്റും സ്റ്റോൺ ബ്രിക്സിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനായിട്ട് പൊളി അതിൻ്റെ ബേസ്. എന്തായാലും നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്ര ലെങ്ത് ആക്കണമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സർവറിൽ ജോയിൻ ചെയ്യാൻ വൈറ്റ് ലിസ്റ്റൊക്കെ കിട്ടും. നമ്മുടെ നോട്ട്സാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ നമ്മൾ താഴെ ഒരു ഡിസ്കോഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ഈ ഒരു ഡിസ്കോഡിലേക്കുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് വൈറ്റ് ലിസ്റ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഗെയിം ടാഗ് ഇടുക. പിന്നെ വെരിഫിക്കേഷൻ ചാനലിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫിക്കേഷനും കിട്ടും, വൈറ്റ് ലിസ്റ്റും ആവും. പിന്നെ നമ്മൾ IP ഇത് എനിക്ക് തന്നത് പാരറ്റാണ്. പാരറ്റ് വഴി മല്ലു പ്ലേസ് വഴിയാണ് എനിക്ക് IP കിട്ടിയത്. നിങ്ങൾ പ്രൈവറ്റായി ചോദിക്കണം IP, അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടും. അതായത് അപ്പോൾ നമുക്ക് 2 അഡ്മിൻസാണ് പിന്നെ, ഒന്ന് ഫാൽക്കണും പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഓണർ നോട്ട്സാണ്. അപ്പോൾ നമ്മുടെ വെരിഫൈഡ് മെമ്പേഴ്സിൻ്റെ ഒക്കെ ലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ വിങ്സ് ഓണർ ഗെറ്റിങ്ങനെ ഓപ്പറേഷൻ അവൻ 2 അഡ്മിൻസിൻ്റെ കിട്ടാൻ മുമ്പ് ഡയമണ്ട് ആർമറായി. അപ്പോൾ സീ യു അഗൈൻ, ബൈ.